Meet the editors. വിമർശനങ്ങളോട് വിരോധമോ എന്നതാണ് ചോദ്യം. ജിമ്മി ജെയിംസ്, ഇപ്പോൾ വിമർശനങ്ങളോട് വിരോധമോ എന്ന ചോദ്യം നമ്മൾ ഇട്ടത് തന്നെ മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം എന്ന തലക്കെട്ടിൽ പാർട്ടി മുഖപത്രത്തിലെ മുഖപ്രസംഗമാണ്. അപ്പോൾ വിമർശനങ്ങൾ ഈ മുഖപത്രത്തിൽ പറയുന്ന കാര്യങ്ങളിൽ പ്രതിപക്ഷത്തെ മാത്രമല്ല പ്രതിക്കൂട്ടിലാക്കുന്നത്, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച മാധ്യമങ്ങളെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ്. അപ്പോൾ വിമർശനങ്ങളോട് വിരോധമാണോ സർക്കാർ കാണിക്കുന്നത് എന്നുള്ളതാണ്. വിമർശനങ്ങളോട് വിരോധം കാണിക്കാത്ത ഏതെങ്കിലും ഒരു ഭരണ പാർട്ടി കേരളം കണ്ടിട്ടുണ്ടോ? എല്ലാ കാലത്തും പുച്ഛമാണ്, എല്ലാ കാലത്തും അതെങ്ങനെ പരാജയപ്പെടുത്താമെന്ന് നോക്കലാണ്, മാധ്യമങ്ങളെ വിമർശിക്കലാണ്. ഇപ്പോഴത്തെ ഇടതുപക്ഷം മറന്നുപോകുന്ന കാര്യം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്ത് എങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരും മാധ്യമങ്ങളും തമ്മിലുള്ള യുദ്ധം എന്നതുകൂടി ഓർക്കണം. ഇങ്ങനെ വിരോധത്തോടു കൂടി തന്നെയായിരിക്കും ഭരണപക്ഷം കാണിക്കുക കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ, ഇന്ത്യയിൽ ഇങ്ങനെ കാണിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇതിനുള്ള മറുപടിയാണ് തമാശ. പതിവ് പോലെ സ്വകാര്യ, കുത്തക, ബൂർഷ്വ, സാമ്രാജ്യത്വ പഴികളാണ്, കോർപ്പറേറ്റ് പഴികളാണ് എല്ലാവർക്കും. ഇത്തവണ എന്തായാലും അമേരിക്കയും CIAയും അതിനകത്ത് വന്നിട്ടില്ല. മിക്കവാറും പിണറായി വിജയൻ അമേരിക്കയിലേക്ക് യാത്ര പോയതുകൊണ്ടായിരിക്കും ഈ അമേരിക്കയും CIAയും ഇത്തവണ വരാത്തത്. അല്ലെങ്കിൽ അതുകൂടെ വന്നേനെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല. ഇന്ന് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സനോജ് പറഞ്ഞ ഒരു മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു ബൈറ്റുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തുന്ന, എന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്കും ഓഫീസിലേക്കും മാർച്ച് നടത്തുന്നു, പ്രതിപക്ഷ നേതാക്കൾക്കുമുണ്ട് വീടും ഓഫീസും, അത് ഓർത്താൽ കൊള്ളാം, ഞങ്ങൾ DYFI ആളുകളെ സംഘടിപ്പിക്കാൻ പോകുന്നു. ഞാൻ വിചാരിച്ചു ആരോഗ്യമന്ത്രിയുടെ വീട് അവരുടെ സ്വകാര്യ വീടാണ്, അങ്ങോട്ടേക്ക് മാർച്ച് നടത്തുന്നത് അത് ശരിയല്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ അടുത്തത് വന്നു. BK സനോജിൻ്റെ അടുത്ത വരിയാണ്, നോക്കൂ കേരളത്തിലെ ആശുപത്രികളിൽ എങ്ങനെയാണ് ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രശ്നമുണ്ടാക്കിയത്, എന്തൊക്കെ തടസ്സമുണ്ടാക്കി. അതുകൊണ്ട് DYFI ഇറങ്ങാൻ പോവുകയാണെന്നാണ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞത്. ഇത് രക്ഷാപ്രവർത്തനം 2.0 ആണ്. രക്ഷാപ്രവർത്തനം 2.0. മുഖ്യമന്ത്രിയുടെ ഗൺമാനും കൂടെയുള്ളവരും എങ്ങനെയാണോ കരിങ്കടി കാണിച്ചവരെ പോലീസ് വളഞ്ഞിട്ട് പിടിച്ചതിന് ശേഷം അടിച്ച് അവശരാക്കിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ രക്ഷാപ്രവർത്തനമാണെന്ന്. ചെടിച്ചട്ടിയും ഹെൽമെറ്റും ഉപയോഗിച്ച് അടിച്ചപ്പോൾ പറഞ്ഞല്ലോ രക്ഷാപ്രവർത്തനമാണെന്ന്. അതേ രക്ഷാപ്രവർത്തനം വീണ്ടും തുടങ്ങാൻ പോവുകയാണ്, രക്ഷാപ്രവർത്തനം 2.0 എന്ന പേരിൽ. ഇത് തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് മന്ത്രി ശിവൻകുട്ടി, ഭാരതാംബ വിവാദത്തിൽ മന്ത്രി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിക്കാനായിട്ട് യുവമോർച്ച ABP പ്രവർത്തകർ വരുമ്പോൾ SFIക്കാർ വളഞ്ഞിട്ടടിച്ചു. പോലീസ് അവരെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോഴാണ് 4 വശത്തു നിന്നും വളഞ്ഞിട്ടടിച്ചത്. ഇതവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് തമ്പാനൂരിലടിച്ചു. ഇത് പല തവണ ഇതിനു മുമ്പും കേരളം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഏതെങ്കിലും ഒരു കാലത്ത് DYFI പ്രവർത്തകരെ, SFI പ്രവർത്തകരെ KSU ആളുകൾ മൃഗീയമായി തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടോ? രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ദേശാഭിമാനിയിലെ പറയുന്ന മരണ വ്യാപാരികളുടെ ആഭാസ നൃത്തം മുതലായ പ്രയോഗങ്ങളൊക്കെ വരുന്നത്. അതല്ല വിഷയം ഭരണപക്ഷ അണികൾക്ക് ഒരു ഡോഗ് വിസിൽ കൊടുക്കുകയാണ്, ഇറങ്ങി അടിക്കാനാണ്, ഇനി മുമ്പോട്ട് നീങ്ങൽ ഞങ്ങൾ ഇടപെടും എന്ന് പറയുകയാണ്. അവിടെയാണ് പ്രശ്നം. വിമർശനങ്ങളോട് വിരോധം മാത്രമല്ല, വിമർശനങ്ങളോട് വളരെ വലിയ അസഹിഷ്ണുതയാണ് പറയുന്നത്. ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു പ്രധാനപ്പെട്ട മറുവാദമുണ്ട്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം കാണിക്കുന്നത് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണെന്നാണ്. ഏത് കോർപ്പറേറ്റ് ആശുപത്രികളെ? കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ളത് വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽസാണ്. ഇവർക്ക് അതിനോട് വിരോധമുണ്ടോ? ഇവരതിനോട് യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി അത് വേണ്ട. എത്ര സർക്കാരിൻ്റെയോ പാർട്ടിക്കാരുടെയോ നേതാക്കൾ ഈ സ്വകാര്യ ആശുപത്രിയിൽ പോകാറുണ്ട്? ഈ PSC അംഗങ്ങൾ, സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന അംഗങ്ങൾ, അവർക്കെല്ലാവർക്കും, MLAമാർക്ക്, അവർക്കെല്ലാവർക്കും വളരെ രീതിയിൽ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ചികിത്സയ്ക്ക് സഹായം കിട്ടും. എത്ര പേര് പോയിട്ടുണ്ട്? നമ്മൾ സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞ പേര് 2 പേരാണ്. പന്നിൻ രവീന്ദ്രൻ, MA ബേബി. വേറെ ഒരു പേര് ഞാൻ കണ്ടില്ല. പോകുന്നുണ്ടാവും, ഇല്ലാതുണ്ടാവും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ ഒരു പഴയ വലിയ പരസ്യമുണ്ട് കേട്ടോ. അത് ഒരു കാർ കമ്പനിയുടെ പരസ്യമാണ്. അത് മെഴ്സിഡസ് ബെൻസിൻ്റെ ആണ്. മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു പരസ്യം. ആ പരസ്യം ഇങ്ങനെയാണ്: ഒരു ക്രെയിനിൽ ആ കാറിൻ്റെ ഡോറ് കൊളുത്തിയിട്ട് ആ കാർ വായുവിൽ തൂക്കി നിർത്തുകയാണ്. എന്നിട്ട് അതിൻ്റെ കോപ്പിറൈറ്റർ, ഈ പരസ്യം എഴുതിയ കോപ്പിറൈറ്റർ അതിൻ്റെ അടിയിൽ കിടക്കുകയാണ്. ഐ ആം പുട്ടിങ് മൈ neck
വേർ മൈ വേർഡ് ഈസ് എന്നാണ് പരസ്യവാചകം. ലോകപ്രശസ്തമായ പരസ്യവാചകമാണ്. ഞാൻ ഈ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. സർക്കാർ ആശുപത്രികൾ അതിഗംഭീരമാണെങ്കിൽ, സർക്കാർ ആശുപത്രികളിൽ തേനും പാലുമാണ് ഒഴുകുന്നതെങ്കിൽ ഇന്ന് മുതൽ ഞങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നത് നിർത്തുമെന്ന് പറയുമോ? നിങ്ങൾക്ക് എന്തായാലും ഈ വിഷയത്തെ കയ്യും മെയ്യും മറന്ന് എതിർക്കാൻ തയ്യാറായി നിൽക്കുകയാണല്ലോ. മുഖ്യമന്ത്രി ഒരു ആശുപത്രിയിലെ കെടുകാര്യസ്ഥത കൊണ്ട്, കുഴപ്പങ്ങൾ കൊണ്ട് മരിച്ച് പിറ്റേ ദിവസം അമേരിക്കയിലേക്ക് പോയതാണ്. അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകാതിരിക്കാം, അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാര്യമല്ല. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി കേരളം നിൽക്കുമ്പോൾ, കേരളം ആരോഗ്യ വിഷയം ചർച്ച ചെയ്യുമ്പോൾ, കേരളത്തിലെ രോഗികൾ സൂചിയും നൂലും മുതൽ സ്റ്റെൻറ്റ് വരെ വാങ്ങിക്കാൻ പുറത്തേക്ക് ഓടുന്ന ഒരു സമയത്ത് മുഖ്യമന്ത്രി ചികിത്സയുടെ തുടർ പരിശോധനയ്ക്കായി അമേരിക്കയ്ക്ക് പോയത് ഒരു ബാഡ് ടൈമിംഗ് തന്നെയാണ്. ഇനി അദ്ദേഹത്തിന് സർക്കാർ ചെലവുമാണല്ലോ. നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങളുടെ കഴുത്ത് കൊണ്ട് നിങ്ങൾ വെക്കുമോ? കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ ജനങ്ങൾക്കുള്ള ഭയം മാറാൻ നിങ്ങളെല്ലാവരും ഇനി മുതൽ ഈ ആശുപത്രിയിലെ പോകൂ എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കാനുള്ള വലിയ ഡ്രാമയാണ് പ്രതിപക്ഷം കളിക്കുന്നതെന്ന് പറയുന്നതിനോടുള്ള നിങ്ങളുടെ മറുപടിക്ക് ഒരു ചെറിയ യുക്തിയെങ്കിലുമുണ്ട്. അല്ലെങ്കിൽ വെറും വാചാടോപമാണ്. ഈ പണ്ട് കാലത്ത് CIA, അമേരിക്ക, സാമ്രാജ്യത്വം, പിന്നെ വേറെ പലന്നൊക്കെ പറഞ്ഞ ആളുകളെ ചായക്കടയിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ആളുകളെ പേടിപ്പിക്കും. അത് ചെയ്യാമായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ആരും വിശ്വസിക്കില്ല, സ്വന്തം അണികൾ പോലും വിശ്വസിക്കില്ല. ഇന്നലെയാണല്ലോ പത്തനംതിട്ടയിലെ 2 CPM നേതാക്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് തമാശ എന്താണെന്ന് വെച്ചോ, പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ഈ മന്ത്രിക്കെതിരെയുള്ള വലിയ വിമർശനമൊക്കെ വന്ന് മന്ത്രി രാത്രി ഹോസ്പിറ്റലായി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതൊരു വീഡിയോ ആണ്, ഒരു പഴയ വീഡിയോ. 2 വർഷം മുമ്പ് ഒരു സാന്ദ്ര ബോസ് എന്ന് പറയുന്ന SFIയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗം ജയിൽ മോചിതയായി വരുന്ന വീഡിയോ റീപോസ്റ്റ് ചെയ്തു. അതിൻ്റെ ആ വീഡിയോ ഡയലോഗ് ഇതാണ്: കുണുവാവയെ പോലെ മോങ്ങലുണ്ടായില്ല, വ്യാജ മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തില്ല, പട്ടി ഷോ ഉണ്ടായില്ല. ഇതാണ് 2 രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. മന്ത്രി ആശുപത്രിയിലായി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇട്ട പോസ്റ്റാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ശ്രീ രാജുപുരം ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ വിമർശനങ്ങൾ പല വശത്തുനിന്ന് പല രീതിയിൽ വരികയാണ്. കാലത്തിൻ്റെ അടയാളം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങളുടെ കഴുത്ത് കൊണ്ട് വയ്ക്കുമോ? വെല്ലുവിളിയാണ്. ശരി, നമ്മളോട് വിരോധമോ എന്നതാണ് ചോദ്യം. ശ്രീ ആൻഡോ, ഇപ്പോൾ 3ാമത്തെ ദിവസമാണല്ലോ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയാണ് സർക്കാർ ഓരോ ഘട്ടത്തിലും പ്രതികരിച്ചത് നമ്മൾ കാണുകയാണ്. അപ്പോൾ വിരോധമാണോ കാണുന്നത്? ഞാൻ ഈ സമരത്തോട് ഇന്ന് അനുകൂലിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് അതിര് കടക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 4.5 കോടി ജനങ്ങൾക്ക് 4.5 കോടി പ്രാവശ്യം ഓരോരുത്തർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താണ് 4.5 കോടി ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ ചികിത്സ നൽകുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ ഈ പറഞ്ഞ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. കേരളത്തിലെ 4.5 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യ അല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ 4.5 കോടി ജനങ്ങൾ ചികിത്സിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. 4.5 കോടി ബെഡിൽ ആളുണ്ടാവും ഒരു വർഷം ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു മാസം കാൽക്കുലേറ്റ് ചെയ്യുക 35 ലക്ഷം തുടങ്ങി 45 ലക്ഷം വരെ ഒരു മാസം ചികിത്സ നടത്തുന്നുണ്ട്. ഒരു ദിവസം ഏകദേശം 1 ലക്ഷം തുടങ്ങി 1.5 ലക്ഷം വരെ ചികിത്സ നടത്തുന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ എത്ര ഡോക്ടർമാരാണ് വർക്ക് ചെയ്യുന്നതെന്നറിയോ? വളരെ തുച്ഛമായ ഡോക്ടർമാർ. അവർ ഈ കേരള സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ സപ്പോർട്ടുണ്ടല്ലോ, അത് ചെറിയ കാര്യമായിട്ട് ഇവരാരും കാണരുതെന്നുള്ള എൻ്റെ അഭിപ്രായം. എന്താണ് ഇതിന് കാരണം എന്ന് പറയുന്നത്? കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ സ്വകാര്യ ഹോസ്പിറ്റലുള്ള സ്ഥലം. ഏറ്റവും കൂടുതൽ സ്വകാര്യ ഹോസ്പിറ്റലുള്ള സ്ഥലം കേരളമാണ്, ഇന്ത്യയിൽ തന്നെ. അവിടെ ഒരു ഡോക്ടറുടെ ശമ്പളം അറിയോ എത്രയാണെന്ന്? അവിടുത്തെ ഏറ്റവും കുറഞ്ഞ ശമ്പളം 2 ലക്ഷം. ഏറ്റവും കുറഞ്ഞ ശമ്പളം 2 ലക്ഷമാണ്. ഏറ്റവും കൂടിയ ശമ്പളം എത്രയാണെന്നറിയോ? 1 കോടി വരെ മേടിക്കുന്ന ശമ്പളം. ഒരു മാസം 1 കോടി വരെ ശമ്പളം മേടിക്കുന്ന ഡോക്ടർമാരുള്ള സ്ഥലമാണ് ഈ നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുത്തകകൾ ഹോസ്പിറ്റലുകളുടെ കുത്തകകൾ വാഴുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ കേരളത്തെ പറയാം. എത്ര ഞാൻ പറഞ്ഞു, 10-45 കോടി രൂപയുടെ സ്വകാര്യ ആശുപത്രികൾ ടേൺ ഓവറുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അവിടെയാണ് 60% വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ ചികിത്സിക്കുന്ന ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ നമ്മൾ പറയുമല്ലോ എല്ലാ മെഡിക്കൽ കോളേജുകളിൽ വളരെയധികം ആൾക്കാർ വരികയാണ്, എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ ആൾക്കാർ വരികയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഡോക്ടർ ചികിത്സിക്കുന്നതിൻ്റെ രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ വെച്ച് 4 മടങ്ങാണ്. ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ 100 രോഗികളെയാണ് ചികിത്സിക്കുന്നതെങ്കിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ 400 ഡോക്ടർ വരെ ചികിത്സിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അത്ര ആൾക്കാരില്ല, അത്ര ഡോക്ടർമാർ ഈ കേരളത്തിലില്ല.
മനസ്സിലായോ? അവർ അനുഭവിക്കുന്ന സമ്മർദ്ദം അറിയോ? അനുഭവിക്കുന്ന സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ചെറിയ സമ്മർദ്ദമല്ല, വലിയ സമ്മർദ്ദം. അതിന് വെച്ച് കാരണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഡോക്ടർമാരെ മുഴുവൻ അപ്പോയിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത്ര ഡോക്ടർമാർ കേരളത്തിലില്ലാന്ന്. ഈ MBBS കഴിഞ്ഞ് പാസ്സായി വന്ന ഡോക്ടർമാരെ കിട്ടാനില്ല കേരളത്തിൽ. ഈ സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് ഡോക്ടർമാരെ കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ കൂടെയാണോ സർക്കാർ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന സമരങ്ങളുടെ കൂടെയാണോ നിൽക്കേണ്ടത്? ഞാൻ ഈ ഡോക്ടർ ജയകുമാറിനെ കുറിച്ച് പറഞ്ഞു വരുന്നത്. 3.5 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരാൾ, അദ്ദേഹമാണല്ലോ അവിടുത്തെ സൂപ്രണ്ട്. 3.5 ലക്ഷം ശമ്പളം മേടിക്കും. 3000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ അലവൻസ് എന്ന് പറയുന്നത്, വെറും 3000 രൂപ. അദ്ദേഹത്തെ പോലെ സീനിയർ പ്രൊഫസർക്കാണ് സൂപ്രണ്ട് ആവാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റും ഉണ്ട്. പക്ഷേ അദ്ദേഹം സീനിയർ പ്രൊഫസറാണ്. ഒരു സീനിയർ പ്രൊഫസർക്ക് മിനിമം ഒരു 15 ലക്ഷം രൂപ സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയാൽ കിട്ടും. ഒരു സമ്മർദ്ദവും ഇല്ല. അദ്ദേഹത്തിന് സമയത്ത് വരാം, അദ്ദേഹത്തിന് സമയത്തിന് പോകാം, അദ്ദേഹം സമയത്തിന് വർക്ക് ചെയ്യാം. ഈ കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി പണിയെടുക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. ആ സ്ഥലത്ത്, ആ ബിൽഡിംഗ് വീഴുന്ന സ്ഥലത്ത് ആ മനുഷ്യർ അവിടെ ഇല്ലല്ലോ, ഈ പറയുന്ന മന്ത്രി അവിടെ ഇല്ലല്ലോ, ഈ പറഞ്ഞ വാസവൻ മന്ത്രി അവിടെ ഇല്ലല്ലോ, ഒരു മന്ത്രിമാരും ഇല്ല. എന്താണ് സംഭവിച്ചത്? ബിൽഡിങ്ങിന് 10:45 ഇടിഞ്ഞു വീണപ്പോൾ അവിടെ എന്താ ചെയ്യാൻ പറ്റും? മന്ത്രിക്ക് എന്താ ചെയ്യാൻ പറ്റുക? മന്ത്രി അവിടെ ചെല്ലുന്നു, അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കും. അതാരാ ചോദിക്കുക? ആ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുന്നത് ഈ പറഞ്ഞ സൂപ്രണ്ട് പോയി ചോദിക്കുകയാണ്. ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് പോയി ചോദിക്കുകയാണ്. സൂപ്രണ്ട് പറയുകയാണ്, സൂപ്രണ്ടിനോട് ഈ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയണം, ആ ബിൽഡിങ്ങിനകത്ത് ആരുമില്ല, അത് അടച്ചിട്ട ബിൽഡിങ്ങാണ്. ആ കാര്യം മന്ത്രിയോട് പറയുന്നു, അത് അടച്ചിട്ട ബിൽഡിങ്ങാണ്. ആ കാര്യം പത്രക്കാരോട് പറയുന്നു മന്ത്രി. അത് പിന്നെ JCB വരുന്നതിന് മുൻപാണോ, ഹിറ്റാച്ചി വരുന്നതിന് മുൻപാണോ ഇല്ലയോ എന്ന് പറയേണ്ട കാര്യമില്ലാന്നേ. അത്ര വലിയ പാതകമൊന്നും ചെയ്തു ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് ഈ വീണ ജോർജിനോട് വലിയ രീതിയിൽ, വീണ മിനിസ്റ്ററോട് എനിക്ക് വലിയ രീതിയിൽ മമതയുള്ള ഒരാളൊന്നുമല്ല. ഞാൻ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് വീണ ജോർജിനെതിരെയുള്ള വ്യക്തിവിരോധത്തിൻ്റെ ഭാഗത്തുമായിട്ട് വലിയ സമ്മർദ്ദങ്ങൾ നടക്കുകയാണ്. എന്തിനാണ് ഇന്ന് നിങ്ങൾ കപ്പലിൻ്റെ പ്രതീകം ഉണ്ടായിട്ട് സമരം നടത്തുകയാണ്? എന്ത് കപ്പലിൻ്റെ പ്രതീകത്തിൽ? അത്ര വലിയ പ്രശ്നമാണ് അവിടെ നടന്നത്. കേരളത്തിലെ സ്വകാര്യ ഹോസ്പിറ്റലുകൾ ഒരു ദിവസം മരിച്ചു വീഴുന്നുള്ള എണ്ണം നിങ്ങൾ എണ്ണി നോക്ക്. ഒരു വാർത്ത വരുന്നില്ല കേരളത്തിൽ. ഏതെങ്കിലും മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും നിങ്ങൾ അടുത്ത കാലത്ത് ഏതെങ്കിലും പത്രത്തിൽ കണ്ടോ? ഏതെങ്കിലും ചാനലിൽ കണ്ടോ? റിപ്പോർട്ട് അങ്ങനെയല്ല പറയട്ടെ. റിപ്പോർട്ടർ TVയിൽ ഞാൻ 4-5 ദിവസമായിട്ടല്ല, ഒരു 2-3 മാസമായിട്ട് സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് വരുന്ന വാർത്തകൾ മുഴുവൻ കൊടുക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഏത് മാധ്യമങ്ങളാണ് അത് ചെയ്തിട്ടുള്ളത്? എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരു മാധ്യമങ്ങളും ചെയ്യാറില്ല. കേരളത്തിലെ ചികിത്സാ പിഴവ് കാരണം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുമോ? ഏകദേശം 200-250 ശസ്ത്രക്രിയ നടത്തിയിട്ട് 1 അല്ലെങ്കിൽ 2 ഫെയിലിയർ ആവുന്നുണ്ട്. ഇല്ലേ? ഇതൊന്നും വാർത്തയാവുന്നില്ലല്ലോ. ഇവിടെ ഇത് ബിൽഡിംഗ് ഇടിഞ്ഞു വീണു, ശരിയാണ്. കാരണം എന്താണ്? ഈ ബിൽഡിംഗ് കാലപ്പഴക്കത്തിൽ പഴയ ബിൽഡിംഗാണ്. ഇത് പൊളിച്ച് മാറ്റേണ്ട ബിൽഡിംഗ് ആയിരുന്നു, പൊളിച്ച് മാറ്റേണ്ടതായിരുന്നു. പക്ഷെ പൊളിച്ച് മാറ്റിയിട്ടില്ല, വീണു. അതിൻ്റെ ഉത്തരവാദിത്വം അവർ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെയാണെന്നുള്ളത്. പിന്നെയും ഇതിന് മേലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞത് ആരോഗ്യമേഖലയെ കുറിച്ചിട്ടാണ്. ആരോഗ്യമേഖലയിലെ ഡോക്ടർമാരെ സപ്പോർട്ട് ചെയ്യേണ്ട ഗവൺമെൻറ് ഇപ്പോഴുള്ള ഡോക്ടർമാർ സമ്മർദ്ദം പോലെ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഡോക്ടർമാർക്കും അവിടേക്ക് വരുന്ന ചെറിയ എമൗണ്ട് അല്ലാന്നേ. നമ്മൾ പറയുന്ന ടോട്ടലി ഇപ്പം കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ബഡ്ജറ്റ് തികയില്ലാതെ ഞാൻ പറയുന്നത്. അതിൽ കൂടുതൽ വേണ്ടി വരും. അവിടെയാണ് നമ്മൾ പറയുന്നത് 40,000-45,000 കോടി, 20%, 25%, 30% വരെ ഈ പറയുന്ന സ്വകാര്യ ഹോസ്പിറ്റലുകളെ ബാധിക്കുന്ന സ്ഥലത്തേക്ക് കയറി വരുമ്പോൾ, അവിടുത്തെ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി വരുമ്പോൾ എത്ര എമൗണ്ട് മേടിക്കുന്നറിയോ? ഒരു ഡോക്ടർക്ക് ഒരു MRI സ്കാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MRI എടുത്ത 20,000, 15,000 തുടങ്ങി 20,000 വരെ ചാർജ് മേടിക്കുന്ന ലാഭമാണ്. അതിൻ്റെ 5% തുടങ്ങി 5,000 തുടങ്ങി 8,000 വരെ ഡോക്ടർക്ക് കിട്ടും കമ്മീഷനായിട്ട്. സ്വകാര്യ ഹോസ്പിറ്റലിലെ കാര്യം ഞാൻ പറയുന്നത്. 500 രൂപേൻ്റെ കൺസൾട്ടേഷൻ ഫീ മേടിച്ചിട്ടുണ്ടെങ്കിൽ 200 രൂപ 250 രൂപ ഡോക്ടർക്ക് കിട്ടും കൺസൾട്ടേഷൻ ഫീ. സാലറിക്ക് പുറമെയാണ് ഞാൻ പറയുന്നത്. ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഇത്രയും ഓപ്പറേഷൻ നടത്തുന്ന എഴുതി കൊടുത്തിട്ട് ഒപ്പിട്ട് മേടിക്കുന്ന സ്വകാര്യ ഹോസ്പിറ്റലാണ് കേരളത്തിലുള്ളത്. ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യുമ്പോൾ MRI സ്കാൻ എടുക്കണോ എന്ന് അറിയില്ല സാധാരണ ജനങ്ങളെ കൊണ്ട്. അവരെ കൊണ്ട് എടുപ്പിക്കുകയാണ്. ടാർഗറ്റ് ഫിക്സ് ചെയ്യാത്ത എത്ര കേരളത്തിൽ സ്വകാര്യ ഹോസ്പിറ്റലുണ്ട്? കേരളത്തിൽ ഡോക്ടർമാർക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു തരട്ടെ, അപ്പോൾ ഈ സ്ഥലത്താണ് കേരളത്തിലെ ഈ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു മിനിസ്റ്റർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കേരളത്തിലുള്ള മുഴുവൻ താലൂക്ക് ഹോസ്പിറ്റലുകളും മുഴുവൻ മെഡിക്കൽ കോളേജുകളും മുഴുവൻ അതിനാണ് ഓരോ മേധാവികൾ വെച്ചിട്ടുള്ളത്. ഇവിടെ ആരാണ് ഇവിടുത്തെ മേധാവി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ജയകുമാറാണ്. ആ ജയകുമാറാണ് പറയുന്നത് ഈ പറയുന്ന മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടായിരുന്നില്ല. ഇനി അതിൻ്റെ ഉത്തരവാദിത്തം മന്ത്രി ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത്. അവിടെ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് അടച്ചിട്ട് അവിടെ ആ പറയുന്ന ഈ പറഞ്ഞ ബാത്റൂമാണ് ഇടിഞ്ഞു വീണത്. ആ ബാത്റൂം സമുച്ചയം തുറന്നു കൊടുത്ത ഉദ്യോഗസ്ഥരെതിരെ നടപടിയെടുക്കേണ്ടത്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു നടപടിയെടുത്താൽ ഈ പറയുന്ന കേരളത്തിലെ പൊതുവായി നിൽക്കുന്ന ആരോഗ്യ മേഖലയിൽ അവരുടെ സപ്പോർട്ട് ഇല്ലാതായി തീരും എന്നുള്ളതാണ്. നടപടിയെടുത്തു, പുറത്താക്കി. എന്താ ഇതിനോട് മാറ്റമുള്ളത്?
മാറ്റം ഇതിന് മാറ്റമല്ല വേണ്ടത്. ഞാൻ പറയുന്നത് കേരളത്തിൽ 2013 വരെ ഈ വീണ ജോർജ് 2016 വരെ LDF സർക്കാരിൻ്റെ കാര്യം പറഞ്ഞു വന്നാണല്ലോ ഏത് ബിൽഡിങ് ബലക്ഷയം സംഭവിച്ചതെന്ന്. ഞാൻ പറയാൻ ഉദ്ദേശം എന്താ അറിയോ, 2013 മുൻപാണ് 2016 മുൻപാണോ 16 ശേഷമാണോ കേരളത്തിലെ ഹോസ്പിറ്റലുകൾ വികസനം നടത്തി നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ. 6000 കോടി രൂപയുടെ ബിൽഡിങ്ങും സ്ട്രക്ചറുകളും മാത്രം വന്നു കേരളത്തിൽ. എങ്ങനെയാണ് വന്നത്? കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നതല്ലേ. അപ്പോൾ ഇതൊന്നും നമ്മൾ കാണുന്നില്ല. കാണുന്നത് എന്താണ്? ഇടിഞ്ഞു പോണി ഇതാ കിട്ടിയ ഒരു അവസരം എന്ന് പറഞ്ഞിട്ട് സമരം നടത്തുകയാണ്. എന്തൊരു സമരമാണത്! കേരളത്തിൽ ഇതിനേക്കാൾ വലിയ ആക്സിഡൻറ്റുകൾ നടന്നിട്ടില്ലേ? ഇതിനേക്കാൾ വലിയ മരണങ്ങൾ നടന്നിട്ടില്ലേ? ഒരു വാക്കിൽ പിടിച്ചിട്ട് ഇതാണ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പ്രതീകമായി കപ്പലെടുത്തിട്ട് ഇറങ്ങുകയാണ്. ആ കപ്പലെടുത്ത് ഇറങ്ങുന്നതിൻ്റെ അർത്ഥം എന്താ? മന്ത്രി രാജിവെക്കണം. ഏതർത്ഥത്തിലാണ് മന്ത്രി രാജിവെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആദ്യം സസ്പെൻഡ് ചെയ്യണത് ജയകുമാർ ഡോക്ടറെയാണ് അല്ലേ? അവിടുത്തെ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യണം. അതാ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന സ്ത്രീ കുടുങ്ങിക്കിടന്നിട്ടില്ല എന്ന് പറഞ്ഞ ആളെ സസ്പെൻഡ് ചെയ്യണം. ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്? ഇതിനോ എല്ലാത്തിനും ഇരട്ടത്താപ്പാണ്. സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി ഒരു ഇരട്ടത്താപ്പ്, ഒരു പിന്നെന്താ ഗവൺമെന്റ് മേഖലയ്ക്ക് വേണ്ടി ഒരു അല്ല. എന്തിനാണ് സസ്പെൻഡ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് അദ്ദേഹം എന്ന് പറയുന്നത് ഇത്രയും വലിയ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. പ്രതിപക്ഷം സമരം ചെയ്തിരിക്കുന്നത് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയാണോ? പ്രതിപക്ഷത്തിന്റെ സമരം സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയാണ്. സ്വകാര്യ മേഖല ആരറിഞ്ഞു അല്ലാന്ന് എന്താ പറയുന്നത്? കേരളത്തിൽ എങ്ങനെയാ ഈ മുട്ടിന് സ്വകാര്യ ഹോസ്പിറ്റലിൽ വരുന്നത്? എല്ലാ ലാഭത്തിലാണ് ഓടുന്നത്. എങ്ങനെയാണ്? എവിടുന്നാണ് ഈ ഡോക്ടർമാർ പോകുന്നത്? എല്ലാ പ്രൊഫസർമാരും സ്വകാര്യ സർവീസ്. നമ്മളിപ്പം ഒരു കാലത്ത് 2020 അച്യുതാനന്ദൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സ്വകാര്യ പ്രാക്ടീസ് പൂർണ്ണമായിട്ട് നിരോധിച്ചുകൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയോ? നമ്മളറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 30% ഡോക്ടർമാർ രാജിവെച്ചിട്ട് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കാൻ പോയി. അതിനുശേഷമാണ് ഇതൊക്കെ ഒഴിവാക്കി കൊടുത്തത്. കാരണം എന്താ പറയുക, അവരെ സംബന്ധിച്ചോളം പ്രഷറില്ല. 100 പേരെ നോക്കിയാൽ മതി, ഈ 400 പേരെ നോക്കണ്ട. ഈ പറഞ്ഞ എക്യുപ്മെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഈ സാധനങ്ങളും ഇല്ലാതെ വർക്ക് ചെയ്യണ്ട. പക്ഷെ ഇതെല്ലാം ഗവൺമെന്റ് ഉണ്ട്. ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങളെ പണ്ടത്തെ കാര്യത്തിൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പറയുന്ന 2 ലക്ഷമാണ് മിനിമം. നിങ്ങൾക്ക് ഞാനിപ്പോൾ കണക്കെടുത്ത് നോക്കരുത്. എങ്ങനെയാണെന്നറിയോ കണക്ക്? ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ ശമ്പളം എത്രയാണ് നിങ്ങൾക്ക്? അസിസ്റ്റന്റ് പ്രൊഫസറുടെ 1,50,000, അസോസിയേറ്റ് പ്രൊഫസർ 2,50,000, ഒരു പ്രൊഫസർ റിട്ടയർഡ് ആവുന്ന സമയത്ത് വരെ 3 ലക്ഷം രൂപ ശമ്പളമുള്ളൂ. ഈ പ്രൊഫസറിലല്ലോ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പഠിക്കുമ്പോൾ 7.5 തുടങ്ങി 10 ലക്ഷം വരെ ശമ്പളം. ഒരു പ്രൊഫസർ നിങ്ങൾ എന്താണ് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി 10 തുടങ്ങി 25 ലക്ഷം വരെ ശമ്പളം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ ഇവിടെ ആരും വിമർശനം പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താ സംഭവം എന്നറിയോ? ഈ പ്രഷർ മുഴുവൻ നിങ്ങളിപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സർക്കാർ നേരത്തെ ചോദിച്ചല്ലോ സ്മൃതി മാഡനോട്, ഈ ജയകുമാറിനെതിരെ നടപടി സ്വീകരിച്ചൂടെ? ആരാ സ്വീകരിക്കേണ്ടത്? സർക്കാരല്ലേന്ന്. ആ ജയകുമാറിനെതിരെ നടപടി സ്വീകരിച്ചാൽ പറഞ്ഞാൽ കഴിഞ്ഞ 10-30 വർഷമായിട്ടുണ്ടല്ലോ ഈ പാവങ്ങൾക്ക് വേണ്ടി 3 ലക്ഷം വേണ്ടി പണിയെടുക്കുന്ന ആളാണ്. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നടപടി എടുക്കുക. ഈ പറഞ്ഞ ഈ ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയോ? സമരം നല്ലതാണ്. സമരം നമ്മൾ എന്തിനാണ് നാട്ടിൽ നടത്തുന്നത്? ഒരു സംവിധാനത്തിൽ ഒരു വീഴ്ച ഉണ്ടായി, ആ വീഴ്ചനെ അഡ്രസ്സ് ചെയ്യാനാവണം സമരം, അല്ലേ? അല്ലെങ്കിൽ ഞാൻ പറയാം, ഒരു കൈക്കൂലി മേടിക്കുന്ന ഒരു മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. നമുക്ക് ആ മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം നടത്താം, അല്ലേ? അങ്ങനെയാണ് നമ്മൾ എല്ലാ പ്രാവശ്യം നടത്തിയിട്ടുള്ളത്. നമ്മൾ സോളാർ അഴിമതി നടത്തിയിട്ടുണ്ടല്ലോ, സമരം നടത്തിയിട്ടുണ്ടല്ലോ, മന്ത്രി രാജിവെച്ചില്ലേ? അതെന്തിനാണ്? അഴിമതിക്കാരനായ ഒരു മന്ത്രിസഭയിലിരിക്കുകയാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ അങ്ങനെയല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വീഴ്ച വന്നു, ആ വീഴ്ച ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് സമരം. അല്ലാതെ അതിനുവേണ്ടി മന്ത്രി രാജിവെപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ ഇപ്പോൾ വീഴ്ച ചൂണ്ടിക്കാണിച്ചാൽ പോരാ, ആ മന്ത്രിമാരെ രാജിവെപ്പിച്ച് വേറെ ഒരാൾക്ക്. അപ്പോൾ അതെന്താണ്? ഇത് പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. ഈ പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 2026 വേണ്ടി പ്രൊജക്റ്റാണ്. ആ 2026 വേണ്ടി കഷ്ടപ്പെടുകയാണ് കിടന്നിട്ട്. 2026 പിണറായി സർക്കാർ താഴെ ഇറക്കണം. അതിന് കിട്ടിയ അവസരം ഇതാ 3 മാസത്തിനപ്പുറം പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത്. കിട്ടിയ അവസരം മാക്സ് ഉപയോഗിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഈ കപ്പലെടുത്ത് സമരത്തിറങ്ങിയ ആൾക്കാരെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ആരോഗ്യ മേഖല മുഴുവൻ നശിച്ചു കിടക്കുകയാണ്. കേരളത്തിൽ ആരോഗ്യ മേഖല നശിച്ചു കിടക്കുക എന്ന് പറയാൻ ശരിയാവില്ല. ഇപ്പോഴും നിപ്പയുണ്ടല്ലോ കേരളത്തിൽ. ഇപ്പോൾ നിപ്പയ്ക്കെതിരെ നിപ്പ ഏതാ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ സമരം നടത്താതെ? അങ്ങനെ നടത്താൻ പറ്റുമല്ലോ. രോഗം എന്ന് പറയുന്ന സാധനം വന്നുകൊണ്ടിരിക്കും, ചികിത്സ എന്നത് കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ 4 കോടി ജനങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയാ വിരലിൽ എണ്ണാൻ പറ്റിയ ഡോക്ടർമാർക്ക്? ഇവരെ കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുള്ളൂ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്ത് അവർക്കത് അംഗീകരിച്ചില്ലെങ്കിൽ ഇത് ശരി, സർക്കാർ ഇത് വീണതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ശരി. അംഗീകരിച്ച സ്ഥിതിക്ക് എന്താണ് അത് അവർ അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ്. ആ അഡ്രസ്സ് ചെയ്യാനുള്ള സമരം കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, വിമർശനങ്ങളോട് വിരോധമോ എന്ന ചർച്ച തുടരുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ വിമർശനങ്ങളോട് വിരോധമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ കടമ നിർവഹിക്കുക. അവർ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഈ കാര്യത്തിലൊക്കെ ഒരു സമരം നടത്തുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. അതവർ ചെയ്യുന്നു. അതിൻ്റെ തോത്, അത് ഉപയോഗിക്കുന്ന വാചകങ്ങൾ, ഉപയോഗിക്കുന്ന മുദ്രാവാക്യം, അതൊക്കെ ഓരോരുത്തരുടെയും രീതി അനുസരിച്ചിരിക്കും. പ്രതിപക്ഷം അവരുടെ രീതിയിൽ പ്രതിഷേധവുമായി 3 ദിവസമായി തെരുവിലുണ്ട്.
ഞാൻ പറയുന്നത് വിമർശനങ്ങളോട് വിരോധം എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ സമരത്തോട് മാത്രമല്ല, ഇവിടെ മാധ്യമങ്ങളടക്കമുള്ള വിഭാഗത്തെ വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ ലേഖനം വന്നിരിക്കുന്നത്. ഈ പറയുന്ന ഈ വാചകമുണ്ടല്ലോ, ഈ മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം. മരണവ്യാപാരി എന്ന പ്രയോഗം ആദ്യം നടത്തിയത് സോണിയാഗാന്ധിയാണ്. ആ പ്രയോഗം നടത്തുന്നത് ഈ ഗുജറാത്ത് കലാപ സമയത്ത് മോദിക്കെതിരെ നടത്തിയ ഒരു പരാമർശമാണ്. ആ പ്രയോഗം ഇവിടെ ഉന്നയിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്, ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിവിടെ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾക്കെതിരെയും ഇവിടുത്തെ പ്രതിപക്ഷത്തിനെതിരെയുമാണ്. ഞാൻ ഈ വിഷയത്തിൽ ഒരു മരണമല്ലേ സംഭവിച്ചിട്ടുള്ളൂ എന്ന രൂപത്തിലല്ല അതിനെ കാണാനിരിക്കുന്നത്. അതിനോട് എങ്ങനെയാണ് സർക്കാർ പ്രതികരിച്ചത് എന്നിടത്താണ് ഈ വീണ ജോർജ് എന്ന മന്ത്രി ഇത്രയധികം വിമർശനത്തിന് വിധേയമാകുന്നത്. അതല്ലാതെ ഒരു മരണമല്ലേ സംഭവിച്ചതുള്ളൂ എന്ന് സാങ്കേതികമായി പറയാം. ഇതിനെ പൂർണ്ണമായും സാങ്കേതികാർത്ഥത്തിലാണ് മനസ്സിലാക്കിയെന്നുള്ളതുകൊണ്ടാണ് ഈ അപകടം നടന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത പോലെ അവിടെ ജില്ലയിൽ അവലോകന യോഗം ഉണ്ടായിരുന്നുകൊണ്ട് 2 മന്ത്രിമാർക്കും അവിടെ എത്താൻ പറ്റി. ആദ്യത്തെ പ്രതികരണമായി പറയുന്നത് 3 പേർക്ക് നിസ്സാര പരിക്കല്ലേ ഉള്ളൂ, അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും മന്ത്രിമാർ അവിടെ അതിനിടയിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന പ്രയോഗമൊന്നും നടത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മളാരും പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഒരു തിരച്ചിൽ നടത്തേണ്ടതുണ്ടോ എന്നൊരു ആലോചനയുണ്ടായില്ല. അവിടേക്കൊന്ന് കയറി ആ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുക, ആ രൂപത്തിലുണ്ടായില്ല. അവിടെ നിന്നുള്ള പ്രതികരണമാണ് 2 പേരും നടത്തിയത്. അതിനുശേഷം ഈ മരണം സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ തിരച്ചിലിന് വൈകലുണ്ടായിട്ടുണ്ട്. ആ തിരച്ചിൽ നടക്കുന്നു, ഒരു മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നു. അതിനുശേഷം നടത്തിയ പ്രതികരണം നോക്കൂ, അതിൽ രാഷ്ട്രീയമില്ലേ? അതിൽ തികച്ചും രാഷ്ട്രീയം മാത്രമാണ്. ആ മരണത്തിൽ അനുശോചിക്കുക എന്ന ആദ്യ വാചകത്തിന് പകരം മന്ത്രിയിൽ നിന്ന് വന്നത് 2013 കണക്കാണ്. 2013 ഡേറ്റ എടുക്കാൻ കഴിയുന്ന സമയം കൊണ്ട് ഈ സ്ത്രീ എങ്ങനെ മരിച്ചു എന്നൊരു അന്വേഷണത്തിലേക്ക് വളരെ വേഗത്തിൽ മന്ത്രിക്ക് പോകാമായിരുന്നു. മന്ത്രി ഇത് പോയില്ല. അതിനുശേഷം മന്ത്രി VN വാസവൻ എന്ന് പറയുന്ന മണ്ഡലത്തിലെ MLA കൂടിയാണ്. അദ്ദേഹത്തിനും അവിടെ നല്ല ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പറയുന്ന വാചകം എന്താണെന്ന് വെച്ചാൽ, മരണം സംഭവിച്ചിരിക്കുന്ന ആ വീഴ്ചയിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ വീഴ്ചയിൽ തന്നെ തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതാണ് മരണകാരണമെന്നും, അതായത് അതിനകത്ത് കടന്ന് ശ്വാസം മുട്ടിയിട്ടല്ല മരണമെന്നും. എത്രയും സാങ്കേതികമായി പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അവിടെ ഒരു കുടുംബം ഇത് കാണുന്നുണ്ട്. ആ കുടുംബം എന്ന് പറയുന്നത് ദരിദ്രരായ കുടുംബമാണ്. 2.5 സെന്റ് ഭൂമി, അവിടെ മൃതദേഹം അടക്കാൻ പോലും സ്ഥലമില്ലാത്തതുകൊണ്ട് ബന്ധുവിൻ്റെ വീട്ടിലേക്കാണ് ആ മൃതദേഹം കൊണ്ടുപോയത്. നമ്മളിതൊക്കെ കണ്ടതാണല്ലോ. അപ്പോൾ നമ്മൾ ദരിദ്രരായ മനുഷ്യരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ ഈ കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് എന്ന ആദ്യ പേജിലെ തലക്കെട്ട് ഏത് തരത്തിലാണ് അതിനോട് യോജിച്ചു പോവുക? കോർപ്പറേറ്റുകളെ സഹായിക്കാനുള്ള വിഷയമായിട്ടാണോ ഇത് വരുന്നത്? മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ നമ്മൾ ഇന്ന് ഒരു ലൈവത്തോൺ കാണിച്ചല്ലോ. ഈ സംസ്ഥാനത്താകെയുള്ള സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. നല്ല കാര്യം, കോട്ടയത്ത് ഒരു കെട്ടിടം നിർമ്മാണത്തിലേക്ക് വന്നിരിക്കുന്നു. അത് കേരളത്തിൽ വേറെ എവിടെയില്ലാത്ത വിധം 14 തിയേറ്ററുകളോടുകൂടെ വന്നിരിക്കുന്നു. നല്ല കാര്യം തന്നെ. പക്ഷേ അത് നിർമ്മാണം പൂർത്തിയായിട്ടും അതിലേക്ക് പോകാനെടുക്കുന്ന താമസം എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. വലിയ ദുരന്തമായി മാറഞ്ഞത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. 3 വാർഡുകൾ, അതിൽ തന്നെ 10 തിയേറ്ററുകൾ, ഇതൊക്കെ പ്രവർത്തിച്ച കെട്ടിടത്തിൽ ഒരു ഭാഗമാണ് വീണത്. ഇനി പറയുന്ന സൂപ്രണ്ടിനെ തല്ലേക്ക് വെക്കുക. സൂപ്രണ്ടിന് ഉത്തരവാദിത്വം, സൂപ്രണ്ടിന് ഓരോ കെട്ടിടത്തിലും എത്ര ബാത്റൂം പ്രവർത്തിക്കുന്നു എന്നുള്ള ജോലിയല്ലല്ലോ. അദ്ദേഹം അതല്ലല്ലോ പരിശോധിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് സ്വാഭാവികമായി അപ്പോൾ ഉണ്ടായിരുന്ന പ്രതികരണത്തിൽ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടാകാം. അദ്ദേഹം മുഴുവൻ അത് ഏറ്റെടുക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ്, പാവങ്ങളുടെ ഡോക്ടറാണ്. അദ്ദേഹം അത്രത്തോളം അദ്ദേഹം ഏറ്റെടുത്താൽ പോരല്ലോ, അദ്ദേഹമാണ് മന്ത്രിയോട് പറഞ്ഞു കൊടുത്തത്. അല്ല, ആ സ്വാഭാവികമായിട്ടും സൂപ്രണ്ടിനോട് ചോദിക്കുമ്പോൾ, ഞാൻ പറയുന്നത് സൂപ്രണ്ടിനോട് ചോദിക്കുമ്പോൾ ആദ്യത്തെ വിവരങ്ങൾ പ്രാഥമികമായി ഇതാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ അന്വേഷിക്കട്ടെ എന്നൊരു വാചകം മന്ത്രിയിൽ നിന്ന് വന്നാൽ കുഴപ്പമില്ല. അത് ആധികാരമായി സ്ഥാപിക്കുകയാണ്. അടുത്ത വരിയായിട്ട് പറഞ്ഞത് 2003 കണക്കാണ്. അവിടെയാണ് മന്ത്രി വിമർശിക്കപ്പെടുന്നത്, അവിടെ മാത്രമാണ് മന്ത്രി വിമർശിക്കപ്പെടുന്നത്. അതിനുശേഷം പിന്നെ നോക്കൂ, ഈ മരണത്തോടുള്ള അനുശോചനം വന്നത് ഇന്നലെയാണ് ഫേസ്ബുക്കിൽ മന്ത്രിക്ക് ഈ അനുശോചനം പോലും രേഖപ്പെടുത്താൻ കഴിയുന്നത്. ആ കാലതാമസം എന്തുകൊണ്ടാണ്? പിന്നെ ഈ പറയുന്ന പ്രതിപക്ഷം കപ്പലൊക്കെ ആയിട്ട് പോയി വരുന്നത്, ഈ കപ്പലിൽ ഒരു കപ്പിത്താനുണ്ട് എന്നൊക്കെ ഈ മന്ത്രി പണ്ട് സഭയിൽ പറഞ്ഞതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നടത്തുന്നത്. അതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ രീതി, അതവിടെ പോട്ടെ. നമ്മളെ സംബന്ധിച്ച് ഈ വിഷയത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. എത്രത്തോളം ഇൻസെൻസിറ്റീവായിട്ടാണ് ഈ വിഷയത്തെ മന്ത്രിമാർ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്, പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പറയുകയാണ്, സ്വകാര്യ മേഖലയിൽ വന്നിരിക്കുന്ന ആശുപത്രികളുടെ കണക്കൊക്കെ വിവരിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ സഹായിക്കാൻ നമ്മൾ ഏത് ഘട്ടത്തിലാണ്? ഇത് നേരത്തെ തിരുവനന്തപുരത്തെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ വിഷയത്തോട് അതിന് തൊട്ട് ശേഷം തന്നെ ഈ ഒരു വാദവുമായിട്ട് വരുന്നുണ്ട്. സ്വകാര്യ മേഖലയെ സഹായിക്കാൻ നമ്മൾ എവിടെയാണ് സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്? നമ്മളുടെ ഈ മീറ്റ് ദ ഡീറ്റെയിൽസിൽ എവിടെ നമ്മൾ സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വീരവാദം മുടക്കിയിട്ടുണ്ട്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? സ്വകാര്യ മേഖല ഇല്ല, സ്വകാര്യ മേഖല നമ്മളെ നമ്മൾ തള്ളരുത്. അതാ പറഞ്ഞത്, നമ്മളെ നമ്മൾ തള്ളരുത്. നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതൊന്നുമല്ല. ഇവിടെ സ്വകാര്യ മേഖല അത് വേറെ വിഷയമാണ്. ഞാൻ
ഞാൻ പറയുന്നത് ഇപ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ദരിദ്രരായ ആളുകൾക്ക് ഈ സ്വകാര്യ മേഖലയിലേക്ക് പോകാൻ പറ്റില്ലെന്നേ, സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ പറ്റില്ലെന്നേ. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയാണെന്ന് പറയുന്നത് എന്ത് വാദമാണ്? നടക്കുന്നില്ല. ഞാനൊരു കണക്ക് പറയാം. ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ആരോഗ്യ സൂചിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഏറ്റവും മികച്ചതാണ് കേരളം. വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും കേരളം രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ കേരളം മുന്നിലാണെന്നേ. അത് ഈ 9 വർഷം കൊണ്ടുണ്ടായൊരു നേട്ടമല്ല. അത് പടിപടിയായി ഓരോരോ സർക്കാരുകളായി വന്ന് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ചില സമയത്ത് അതിൽ പിന്നാക്കം പോക്ക് ഉണ്ടായിട്ടുണ്ടാവും, വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ അവിടെ നടക്കുകയാണ്. പക്ഷേ ഇവിടെ പൊതുജനാരോഗ്യ മേഖല വളരെ മികച്ചതാണ് എന്ന് പറയുമ്പോഴും, ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് സർക്കാർ കേരളത്തിലാണ് എന്ന് പറയുമ്പോഴും, സ്വകാര്യ മേഖലയിൽ ഏറ്റവും അധികം പണം ചെലവഴിക്കപ്പെടുന്നതും ആരോഗ്യ മേഖലയിൽ കേരളത്തിലാണ്. ഇതൊരു വൈരുദ്ധ്യമല്ലേ? സ്വകാര്യ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത്. ഈ പണം ചെലവഴിക്കുന്ന പാവങ്ങളാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞ ആ വൈരുദ്ധ്യം എന്തുകൊണ്ട് വരുന്നു? കുറച്ചെങ്കിലും കാശുള്ളവർ, കുറച്ചെങ്കിലും കടം മേടിക്കാൻ കഴിവുള്ളവർ സ്വകാര്യ മേഖലയിൽ ചികിത്സയ്ക്ക് പോവുകയാണ്. ഇതാരാണ് പറയുന്നത്? ഡോക്ടർ ബി ഇക്ബാൽ, ആരോഗ്യരംഗത്തെ വിദഗ്ധൻ, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഡോക്ടർ തന്നെ പറയുന്നു, ഈ മിഡിൽ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ടവർ ഒക്കെ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിലേക്ക് കൂടി ഗൗരവതരത്തിലുള്ള അന്വേഷണം, പരിശോധന നടത്തേണ്ടതാണ്. ഇവിടുത്തെ ആരോഗ്യരംഗത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരെ നമ്മൾ ആരും പരിഹസിക്കുന്നില്ല. അവരൊക്കെ ഈ പറഞ്ഞവരെ 360 ദിവസം പണിയെടുക്കുന്ന കണക്ക് ഡോക്ടർമാർ തന്നെ പറയും. ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ച ചെറിയ കാര്യമല്ല. ഈ ഡോക്ടർമാരെല്ലാം തന്നെ അത്രത്തോളം പണിയെടുക്കുന്നുണ്ട്. അവർക്ക് സഹായിക്കാൻ അടുത്ത ഘട്ടത്തിലുള്ള ഡോക്ടർമാർ എത്തുന്നില്ല. ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്, അവരുടെ മണിക്കൂറുകൾ കൂടുതലാണ്. ഇതൊക്കെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നേട്ടമായി പറയുകയും അവർക്ക് വേണ്ട സൗകര്യം കൂടെ ഒരുക്കാതിരിക്കുകയും അപ്പുറത്ത് ഈ അദാനിയെ കൈപിടിച്ച് അദാനിയെ പാർട്ട്ണർ എന്നൊക്കെ പറയുന്നവരാണ് ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട ടൈറ്റിലായി അപ്പുറത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ. അദാനി പാർട്ട്ണർ എന്ന് പറഞ്ഞ മന്ത്രിയാണല്ലോ ഇന്ന് പറഞ്ഞത് മരിച്ചത് ഈ ഡെബ്രിസി നടന്നിട്ടല്ല എന്ന്. മാഡം ഈ അദാനി വന്നിരിക്കുന്നത് ഞാൻ പറയുന്നതല്ല, ഞാൻ പറയുന്നത് പൊതു സമീപനത്തെ കുറിച്ചാണ്. അല്ല, ആരോഗ്യ മേഖലയിൽ കോർപ്പറേറ്റ് ഇല്ല, അപ്പുറത്ത് കോർപ്പറേറ്റ്, അങ്ങനെയല്ലല്ലോ. ഇവിടെ കോർപ്പറേറ്റുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ ഇവിടെ സ്വാഗതം ചെയ്ത സർക്കാർ കൂടി ഉണ്ടല്ലോ. ഇവിടെ കൂണുകൾ പോലെ സ്വകാര്യ ആശുപത്രികൾ പൊന്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഇവിടുത്തെ സർക്കാരിന് കൂടിയാണല്ലോ. അതിവിടെ പൊന്തുന്നു, അതിവിടെ നന്നായി ഫ്ലറിഷ് ചെയ്യുന്നു, അവർക്ക് അതിനുള്ള സൗകര്യം കിട്ടുന്നു. ഇവിടെ പറയുന്ന ഈ മന്ത്രിമാർ, ഈ പറയുന്ന MA ബേബിയോ പന്നിനെ കൂടാതെ ബാക്കി എല്ലാവരും തന്നെ സ്വകാര്യ ആശുപത്രികളിൽ പോകുന്നു, അവരെ ആശ്രയിക്കുന്നു, അവിടെ നിന്നുള്ള നല്ല ചികിത്സ നല്ല പണം കൊടുത്ത് നേടുന്നു. അല്ലാത്തവർ വിദേശത്ത് പോകുന്നു. ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ടൈമിങ്ങിന്റെ പ്രശ്നമാണ്. എന്താണ് ഈ ആദ്യഘട്ടത്തിൽ ഈ മന്ത്രി പ്രതികരിച്ചത്? മന്ത്രി VN വാസവൻ പ്രതികരിച്ചത് എന്താണ്? മുഖ്യമന്ത്രി ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്ന സന്ദേശം, അദ്ദേഹത്തിന് അവിടെയാണ് ഏറ്റവും നല്ല ചികിത്സ കിട്ടുക, അദ്ദേഹം തുടർ ചികിത്സയ്ക്കാണ് പോകുന്നത്. അല്ലേ, തർക്കമില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം ഒരു തർക്കവുമില്ല. പക്ഷേ ഏത് സമയത്ത് ഈ ദിവസങ്ങളിൽ പോകുന്നിടത്താണ് അവിടെ ചോദ്യം വരുന്നത്. കാരണം ഈ ആരോഗ്യ മേഖല അത്രയും ഗംഭീരമാണെന്ന് പറഞ്ഞ് അടുത്ത ദിവസം ഫ്ലൈറ്റ് പിടിക്കുമ്പോഴേ സാധാരണ ജനങ്ങൾ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് അങ്ങനെയെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയെങ്കിൽ പറയണമായിരുന്നു ഇതിൽ പറ്റിയ വീഴ്ചതാ ഞങ്ങളിതാ ഗൗരവത്തിൽ പരിശോധിക്കാൻ പോകുന്നു എന്ന് പറയണമായിരുന്നു. 2013 കണക്ക് വെച്ച് പറയല്ലേ വേണ്ടത്. ഞങ്ങളാണല്ലോ ഇവിടെ 9 വർഷമായുള്ളത്, ഞങ്ങൾക്ക് ഈ 9 വർഷത്തിലുള്ള ഉത്തരവാദിത്തമുണ്ടല്ലോ. പിന്നെ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ കാര്യം ആദ്യം പറഞ്ഞിട്ടല്ലേ പഴയ നിങ്ങളെക്കുറിച്ച് പറയുക. നിങ്ങളിങ്ങനെ തോണ്ടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ വേറെയും തോണ്ടാനുണ്ടെന്നേ. കരുണാകരൻ വിദേശത്ത് ചികിത്സയ്ക്ക് പോയപ്പോൾ ഇവിടെ എന്തൊക്കെയായിരുന്നു? കരുണാകരൻ ചികിത്സ കഴിഞ്ഞ് ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയപ്പോൾ എന്തായിരുന്നു? അവിടെ ഞങ്ങളെ സർക്കാർ വന്ന് ഞങ്ങൾ പട്ടിയെ കുളിപ്പിക്കുമെന്നാണ് നായനാർ പറഞ്ഞത്. ഇപ്പോൾ പട്ടിയാണ് കുളിക്കുന്നത്. ആ സ്വിമ്മിംഗ് പൂൾ പിന്നെ പുതുക്കിയോ? ഇതൊക്കെ നമ്മൾ സ്വിമ്മിംഗ് പൂൾ അല്ല എന്നൊരു വാദം കൂടി ഇടയ്ക്ക് വന്നിരുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, സ്വിമ്മിംഗ് പൂൾ അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അറ്റകുറ്റപ്പണി, എന്തിനോ വേണ്ടിയുള്ള അറ്റകുറ്റപ്പണി. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഒറ്റ കാര്യമുള്ളൂ, ഇത് ഇൻസെൻസിറ്റീവ് ആകാതിരിക്കുക. സർക്കാരിനെ സംബന്ധിച്ച് മനുഷ്യത്വപരമായി ജനങ്ങളോടാണ് സംബന്ധിക്കുന്നത്. നിങ്ങൾ പ്രതിപക്ഷത്തോട് പറയാനുള്ളതൊക്കെ പിന്നെ പറഞ്ഞോ. ജനങ്ങളാണല്ലോ ഇവിടെ, സാധാരണപ്പെട്ട പാവപ്പെട്ടവരാണല്ലോ ഈ ആശുപത്രിയിൽ പോകുന്നത്. അവരോടാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. ബിന്ദുവിന്റെ കുടുംബം കാണുന്നുണ്ട്. ആ മരിച്ചത് ഒറ്റ വീഴ്ചയിൽ ഒരൊറ്റടിക്ക് ഇൻസ്റ്റന്റ് ഡെത്ത് പറഞ്ഞതാണ്. ഇൻസ്റ്റന്റ് ഡെത്ത് അങ്ങനെയല്ല അതിനോട് പ്രതികരിക്കേണ്ടത്. അത് വളരെ ഇൻസെൻസിറ്റീവായ പ്രതികരണമായി പോയി, വളരെ മോശമായി പോയി. അത് ആ മണ്ഡലത്തിലെ MLA കൂടിയായ മന്ത്രി പറഞ്ഞത് വളരെ മോശമായി പോയി എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യത്തിൽ വീണയ്ക്കും പറ്റിയിരിക്കുന്ന ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി മാധ്യമങ്ങളോട് പ്രതികരിക്കുക. വീണ വളരെ പെട്ടെന്ന് ഈ പഴയ മാധ്യമ പ്രവർത്തകയായതുകൊണ്ടിരിക്കും പെട്ടെന്ന് ഡേറ്റാസ് കൊണ്ടുവന്ന് ഡേറ്റാസ് നമ്മൾ താരതമ്യം നടത്തുക. അതിനൊക്കെ ഒരു ദിവസം ഉണ്ടെന്നേ, കുറച്ച് കഴിഞ്ഞിട്ടായാൽ കുഴപ്പമില്ല. ആ ഡേറ്റ കൊണ്ടുവരാം. പഴയ മന്ത്രിയെക്കാട്ടും എന്താണ് ഈ 9 കൊല്ലം ചെയ്ത കാര്യം കണക്കുകളൊക്കെ പറയാൻ ദിവസമുണ്ട്. മരിച്ച ദിവസം തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. പ്രതിപക്ഷം അവരുടെ റോൾ അവർ ഭംഗിയായി നിറവേറ്റുന്നു. അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ ആരോഗ്യ
ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഈ ഗൗരവത്തിലുള്ള വിഷയത്തെ, ഇനിയും വീടാൻ കിടക്കുന്ന കെട്ടിടങ്ങൾ, അത് കോട്ടയത്ത് കൂടിയുണ്ട്. അവിടുത്തെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ സ്ഥിതി നമ്മൾ ഇന്ന് കാണിച്ചതാണ്. ചാണ്ടി ഉമ്മന്റെ കാര്യം പറയാതെ പോകാൻ പറ്റില്ല. ചാണ്ടി ഉമ്മൻ എന്ന MLA, അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയല്ല, അദ്ദേഹം അവിടെ രാവിലെ അപകടത്തിന് അന്ന് വന്നാണ്. പിന്നെ 3 ദിവസം അദ്ദേഹം അവിടെ സന്ദർശിക്കുന്നുണ്ട്, ഓരോ വിഷയവും പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധിക്കുമ്പോഴും പ്രതികരിക്കുമ്പോഴും ശ്രദ്ധിക്കുക, മോശം വാക്കുകളോ ഭരണപക്ഷത്തിലെ ഏതെങ്കിലും നേതാവിനെ പേരെടുത്ത് പറഞ്ഞു മോശം വാക്കുകൾ പറയുകയൊന്നുമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിൽ നിന്ന് 5 ലക്ഷം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു മാതൃകാപരമായ പ്രവർത്തനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു കാര്യം ചേർത്ത് പറയാണ്ട്, ഈ സ്വകാര്യ ആശുപത്രികൾ കയറിയപ്പോൾ ലിപ്പോസെക്ഷൻ ഏർപ്പെട്ട ഒരു സ്ത്രീയുടെ 10 വിരലുകളും പോയി. ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ഒരു വാദത്തിന് പൊതുവെ സ്വകാര്യ മേഖലയെ അങ്ങനെ മാധ്യമങ്ങൾ ഉപദ്രവിക്കാറില്ല എന്നുള്ളത് ഒരു വലിയ വാദത്തിൽ ഞാൻ അംഗീകരിക്കാം. പക്ഷേ വാർത്തകൾ ഒരുപാട് വരുന്നു. അല്ല, ചില ഞാൻ പറയുന്നത് സ്വകാര്യ ആശുപത്രിയുടെ പേര് പറയില്ല, ഒരു സ്വകാര്യ ആശുപത്രി. ഞാൻ 2-3 ദിവസമായി റിപ്പോർട്ട് കുറെ വാർത്തകളുണ്ട്. ഒരു മാധ്യമം റിപ്പോർട്ട് ഞാൻ കണ്ടില്ല. ഈ പറഞ്ഞ ലിപ്പോസെക്ഷൻ വാർത്ത വന്നിട്ടുണ്ട്. പിന്നെ ഒരു വിഷയവും കൂടെ ഉണ്ട് അതിനകത്ത്. ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ കഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് രാത്രി 9 മണിയാകുന്നു. ഇന്ന് രാത്രി മെഡിക്കൽ കോളേജുകളിലെ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാർ മാത്രമല്ല, ഒരു വാർഡിന് ഒരു നേഴ്സൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ വലിയ കാര്യമായി പറയുന്നു 3.5 ലക്ഷമായിരുന്ന രോഗികൾ ഇപ്പോൾ 6 ലക്ഷമായി മെഡിക്കൽ കോളേജുകളിൽ നിന്ന്. ശരി, ഡോക്ടർമാർ എത്ര? 411 നിന്ന് അത് കൂടിയിട്ടില്ല. നമുക്ക് എത്ര ഡോക്ടർ ഒരു കാര്യം ചെയ്യും, തസ്തിക ക്രിയേറ്റ് ചെയ്തിട്ട് ഡോക്ടർമാർ വന്നില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. നേഴ്സുമാർ ഇവിടെ ആളില്ല, പുറത്തേക്ക് പോകുന്ന നേഴ്സുമാർ തസ്തിക ക്രിയേറ്റ് ചെയ്യൂ. ഇതിന് പകരം വർക്ക് എക്സ്പീരിയൻസിന് വരുന്ന ആളുകളെ പൈസ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് 6 മാസം ഒരു നേഴ്സ് UK പോയാൽ കിട്ടുന്നത് 3.5 ലക്ഷമാണ്. ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നേഴ്സുമാരുടെ തസ്തിക പറയുമ്പോൾ എന്താണെന്നറിയോ, കേരളത്തിലെ ഇത്രയും അധികം ഇന്ത്യയിലും ലോകത്തിലും ഏറ്റവും നല്ല മികച്ച സംവിധാനം തന്നെയാണോ കേരളത്തിൽ? അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ പറയേണ്ടത്. അങ്ങനെയാണ് ഇതിനേക്കാളും വലിയ മികച്ച സംവിധാനം കാണിച്ചതെന്ന് പറയാനൊന്നുമില്ലല്ലോ. കേരളത്തിന് പുറത്ത് ഇതിനേക്കാളും നല്ല ആരോഗ്യ മേഖല കാണിച്ചതിന് പറയൂ, ഇതിനേക്കാൾ ഇതാണ്. നിങ്ങൾ ഈ സംസ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കൂ, എന്നിട്ട് ഈ സംസ്ഥാനമാണ് ഏറ്റവും നല്ല സംസ്ഥാനം ഇതുപോലെ കാണിക്കുന്നു പറയേണ്ട കാര്യമല്ലോ. അതിനകത്ത് കേരളം തന്നെയല്ലോ. അത്രയും നല്ലതായിട്ട് തന്നെ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീഴുമ്പോഴല്ല ഈ വാദം നമ്മൾ ഉന്നയിക്കുന്നത്. കേരളത്തിലെ ഡോക്ടർമാർക്ക് വളരെ വലിയ വർക്ക് പ്രഷർ ഉണ്ടെന്ന് താങ്കൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് കേരളത്തിലെ ഡോക്ടർമാരുടെ വർക്ക് പ്രഷർ കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇത്രയും വലിയ 6000 കോടിയുടെ വികസന പ്രവർത്തനം ഉണ്ടായി. എന്തുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് കേരളത്തിലെ ആശുപത്രികളിലെ ബാത്റൂമുകൾ നാറുന്നത്? അവിടെ ക്ലീൻ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർമാർ ഇത്രയും പ്രഷർ ഉണ്ടാകുന്നത്? പോപ്പുലേഷനാണ് ഇവിടെ. നമ്മുടെ കിലോമീറ്ററിൽ 800 പേരാണ് തിങ്ങി താമസിക്കുന്നത്. 800 പേര് ചികിത്സയ്ക്ക് വരുന്ന ഗവൺമെന്റ്. അതാണ് പറഞ്ഞത്, 3.5 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷത്തിലേക്ക് ആള് കൂടുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് കേന്ദ്രം ഇങ്ങനെ കൊട്ടിക്കണക്ക് തരുന്നൊന്നുമില്ലല്ലോ. നമ്മൾ എവിടുന്ന പൈസ കിട്ടാനുള്ളത്? നമ്മുടെ GST കൊണ്ടുപോകും കേന്ദ്രം. എന്തായാലും നമ്മുടെ കയ്യിലുള്ള വരുമാനത്തിന്റെ മുഴുവൻ ശതമാനം അവർ കൊണ്ടുപോകും. അവിടെ ഇങ്ങോട്ട് വിഹിതം തരില്ല. അത് മാത്രമല്ല, ലോൺ എടുക്കാൻ പോലും സമ്മതിക്കില്ല. നിങ്ങൾ തന്നെ അല്ല, ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ അല്ല, അതെ ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ പറയും ക്ഷേമ പെൻഷൻ കൊടുക്കണം. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കണം. ഇവിടുത്തെ റോഡുകൾ നന്നാക്കണം, ചെയ്യണം. ഇവിടുത്തെ ആരോഗ്യ മേഖലയെ നന്നാക്കണ്ടേ, ചെയ്യണം. ഇവിടുത്തെ KSRTC നന്നാക്കി ഓടിക്കണം. പക്ഷെ കേന്ദ്രം എവിടുന്ന പൈസ? കേരളത്തിൽ ഈ തുച്ഛമായി കിട്ടുന്ന ഈ പറഞ്ഞ ലോക്കൽ നികുതികളും ബിൽഡിംഗ് ടാക്സും മറ്റൊക്കെ എടുത്തിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് GST ഒക്കെ അങ്ങനെ കൊണ്ടുപോകും. GST വിഹിതം പോലും മര്യാദയ്ക്ക് തരില്ല. ലോൺ കടമെടുക്കാനുള്ള പരിധി കൂട്ടിത്തരാൻ പറഞ്ഞാൽ അത് തരില്ല. പിന്നെ ഇത് എവിടുന്ന് ഇതൊക്കെ എടുത്ത് ചെയ്യുക? അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, കേന്ദ്രത്തെ പറഞ്ഞതുകൊണ്ടാണ് എന്റെ ടേക്കിലേക്ക് ഞാൻ വരാം. ഇതിനുള്ള മറുപടിയാണ്. ഒറ്റ വാചകത്തിൽ ഇത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞു പോകണമല്ലോ. ഇവിടെ ഇപ്പോൾ കേന്ദ്ര സഹായം തന്നില്ല, പിടിച്ചു വെച്ചു എന്ന് സർ പറഞ്ഞതുകൊണ്ട് അതിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് 2022-23 ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞാൻ എടുക്കുന്നില്ല, അതിന് തൊട്ട് മുമ്പത്തെ നടപ്പാക്കാനും വിനിയോഗിക്കാനുള്ള കൃത്യമായ ഒരു വർഷ കാലയളവ് കിട്ടിയ സമയമാണ് 2022-23, അതായത് പോസ്റ്റ് കോവിഡ് ആദ്യത്തെ സാമ്പത്തിക വർഷം.
കേന്ദ്ര സർക്കാർ കൊടുത്ത തുകയിൽ 37% മാത്രമാണ് കേരളം യൂട്ടിലൈസ് ചെയ്തത്. അപ്പോൾ യൂട്ടിലൈസ് ചെയ്യാതെ കിടക്കുന്നതിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണ്. അങ്ങനെയാണ് ഞാൻ കണക്ക് പറയാം. അല്ലല്ല, അത് അവിടെ നിൽക്കട്ടെ, വിഷയം മാറ്റാതെ. അങ്ങനെയൊന്നും അല്ല കൊടുക്കുന്നത്. ഗ്രാമീണ ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തത് 1198.5 ഒറ്റ വർഷം. പറയട്ടെ, അല്ലല്ല, മെഡിക്കൽ കോളേജിന്റെ കണക്കോട് ഞാൻ പറഞ്ഞുതരാം. അതായത് PMSSY പദ്ധതി അതനുസരിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 120 കോടിയുടെ പദ്ധതി, അതിൽ 90 കോടി കേന്ദ്രവിഹിതമാണ്. കോഴിക്കോട് ക്യാൻസർ സെന്റർ 26.7 കോടി രൂപ. മെഡിക്കൽ PG കോഴ്സുകളിലെ സീറ്റുകൾ വർദ്ധിച്ചു കൊടുത്തു. 27 കോടിയിൽ 18 കോടി സംസ്ഥാനത്തിന് കൈമാറി. ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഡോക്ടർ ഹാരിസിന്റെ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ നവീകരണത്തിന് 120 കോടിയുടെ പദ്ധതിയിൽ കേന്ദ്രം കൊടുത്തത് 100 കോടി രൂപയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഇതേ പദ്ധതിയിൽ 195 കോടിയിൽ 120 കോടി രൂപ കേന്ദ്രവിഹിതം കൈമാറിയ തുകയാണ്. അതിലാണ് യൂട്ടിലൈസേഷൻ 37% നിൽക്കുന്നത്. 120 കോടിയാണ് പദ്ധതി, 120 കോടിയാണ് കോടി കൈമാറിയിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് ആ വിഹിതം കൊടുത്തിട്ട് അത് ഉപയോഗിക്കുന്നില്ല. യൂട്ടിലൈസേഷൻ ഇല്ല. കേന്ദ്രത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് അത് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ കണ്ണടച്ച് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും കണ്ടു കഴിഞ്ഞാൽ കേന്ദ്രം തന്നില്ല, അയ്യോ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു വർഷം നടന്നു പോകാൻ എത്ര പൈസ വേണം? 100 കോടി മതിയോ? നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ അല്ല സാർ, ഓരോ വർഷവും അല്ല, 10% കൊടുക്കണ്ടേ? പറയാലോ, ഇത് അല്ല, 100 കോടി ഇവിടുന്ന് വരുമ്പോ ഞങ്ങളൊന്നും വലുത് തന്നോണ്ടല്ല. 1200 കോടി കണക്കാണല്ലോ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേട്ടത്തിന്റെ കണക്കാണല്ലോ സംസ്ഥാന സർക്കാർ. ഈ പറയുന്ന കോളേജില്ലേ, കോട്ടയം മെഡിക്കൽ കോളേജ് 552 കോടി കൊടുത്തത് കേരളത്തിൽ കിഫ്ബിയാ. കേന്ദ്രം കൊടുത്ത പൈസയല്ല. കേന്ദ്രം കൊടുത്ത പൈസ ഇടിഞ്ഞു വീണ പാടെ ബിൽഡിംഗ് മാറ്റാൻ കഴിഞ്ഞല്ലോ. അതെങ്ങനെയാ വിഴിഞ്ഞ വിട്ട് അവിടെ കിഫ്ബി വെച്ച് പൈസ കൊടുത്ത് ബിൽഡിംഗ് പണിതുകൊണ്ടാ? അതെന്താ അംഗീകരിക്കാത്തത്? ശരി തിരിച്ചെത്താൻ വിമർശനങ്ങളോട് വിരോധമാണോ? വിമർശനങ്ങളോട് വിരോധമുണ്ട്. അത് പാർട്ടി മുഖപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ആ വിഷയം വരികയും സമാനമായ പ്രതികരണങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വിവിധ ചർച്ചകളിൽ പാനലിസ്റ്റുകളായി, ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ ശ്രീ എം പ്രകാശനാണിരുന്നു, അതുപോലെ വിവിധ ചാനലുകളിൽ ഡിബേറ്റുകളിൽ വരുന്ന CPIMന്റെ നേതാക്കൾ എല്ലാവരും സമാന രീതിയിലുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ചെലവാക്കിയത് എത്രയാണ് ആരോഗ്യ മേഖലയ്ക്ക്, ഇപ്പോൾ ഇവിടെ ആൻഡ്രോ സർ സൂചിപ്പിച്ചതുപോലെ ആ കണക്ക് എല്ലായിടത്തും ഒരേ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊതു കണക്കുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇടത് സർക്കാരിന്റെ, അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെയും കാലത്ത് കേരളത്തിൽ മാറ്റം വന്നിട്ടില്ല എന്നൊന്നും പറയാനല്ലല്ലോ നമ്മുടെ ഈ ചർച്ച. അതായത് ആരോഗ്യ മേഖലയിൽ അതുപോലെ കിഫ്ബി വഴി നിർമ്മിച്ച കെട്ടിടങ്ങളിൽ അതിലൊന്നും അപാകതയുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച. അതിന് മുൻപുണ്ടായിരുന്ന അപാകത കണ്ടെത്തിയ, ഫിറ്റ്നസ് ഇല്ല അല്ലെങ്കിൽ ഫിറ്റ് അല്ല എന്ന് കണ്ടെത്തിയ ഒരു കെട്ടിടം, അത് ഉമ്മൻചാണ്ടിയോ പൊളിച്ചില്ല, പിണറായി വിജയൻ എന്തുകൊണ്ട് പൊളിച്ചില്ല? അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിനെയാണ്. ഇടത് സർക്കാർ അധികാരത്തിലെത്തി 9 വർഷം കഴിഞ്ഞ് 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഫിറ്റല്ലാത്ത ഒരു കെട്ടിടം അതേപടി അവിടെ നിലനിർത്തിയത് എന്തുകൊണ്ടാണ്? മറുഭാഗത്ത് കെട്ടിടം പണിയുന്നു, ഈ കെട്ടിടം ഉപയോഗയോഗ്യമല്ല എന്ന് കണ്ടെത്തുന്ന റിപ്പോർട്ട് മുന്നിൽ വന്നിട്ടും കുറെ കാലമായതാണല്ലോ. ആ റിപ്പോർട്ട് അടക്കം അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ആ കെട്ടിടം പൊളിച്ചില്ല? പൊളിച്ചിരുന്നെങ്കിൽ അതിനടിയിൽപ്പെട്ട് ബിന്ദു മരിക്കില്ലായിരുന്നു, മറ്റുള്ളവർക്ക് പരിക്കേൽക്കില്ലായിരുന്നു. മാത്രമല്ല, പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിൽ ചികിത്സ തുടരുന്ന ഭാഗത്ത് ആവശ്യത്തിന് ശുചിമുറിയുണ്ടോ? ഒരു ആശുപത്രിയിൽ പ്രാഥമികമായി എല്ലാ രോഗികളും അതുപോലെ കൂട്ടിരിപ്പുകാരും ഒക്കെ ധാരാളമായി വന്ന് പോകുന്ന സ്ഥലത്ത് ആ ശങ്ക തീർക്കാനായിട്ടുള്ള ഒരു സ്ഥലം വേണമല്ലോ. അതൊരു മിനിമം റിക്വയർമെന്റ് അല്ലേ? അത് ഇല്ലാതിരിക്കുകയും പൂട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് വീടാറായി കിടക്കുന്ന അപകട സാധ്യതയുള്ള ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് പ്രാഥമിക ആവശ്യത്തിനായി ഒരു സ്ത്രീക്ക് പോകേണ്ടി വരിക ചെയ്യുന്നത് എന്നുള്ളത് നമ്പർ 1 കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണോ? അതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുന്നവരെല്ലാം മരണ വ്യാപാരികളാവുകയാണോ? അതാണ് അവിടുത്തെ ചോദ്യം. എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ് ബിന്ദു മരിച്ചത്? ബിന്ദു മാത്രമല്ല, അവിടെ ചികിത്സയിൽ കഴിയുകയായിരുന്ന ബിന്ദുവിന്റെ മകൾ നവമിയും ഇതേ ശുചിമുറി ഉപയോഗിക്കാനായിട്ട് പോകുമായിരുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റാളുകളും ഇതേ ശുചിമുറി ഉപയോഗിക്കാൻ പോകുമായിരുന്നു. അവിടെയാണ് ഈ ഫെയിലിയർ കിടക്കുന്നത്. അപ്പോൾ പൂട്ടിക്കിടക്കുന്ന ഉപയോഗത്തിലില്ലാത്ത ഒരു കെട്ടിടമെന്ന് വിശേഷിപ്പിക്കുകയും അതേ കെട്ടിടം ആളുകൾ ബിന്ദുവിന്റെ മരണ സമയം വരെ അല്ലെങ്കിൽ ആ കെട്ടിടം താഴെ വീഴുന്നത് വരെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാവിലെ 10:30 മണിയോടുകൂടി ആയിരിക്കണം ആ കെട്ടിടത്തിലേക്ക് ബിന്ദു പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 10 മണിക്ക് ശേഷമുള്ള സമയത്തായിരിക്കാം. അപ്പോൾ അതുവരെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, ആളുകൾ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉപയോഗത്തിലില്ല, ആ കെട്ടിടം നേരത്തെ തന്നെ അവിടെ ഫിറ്റ്നസ് ഇല്ല എന്ന് കണ്ടെത്തിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി പൊളിച്ചില്ല, അതുകൊണ്ട് ഞങ്ങളും പൊളിക്കില്ല എന്ന് പറയാൻ ഉമ്മൻചാണ്ടി കാലത്തുള്ളതെല്ലാം അതേപടി നിലനിർത്തിക്കൊണ്ടുവരുന്ന ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചക്കാരൊന്നും അല്ലല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ആ വാദം നിലനിൽക്കുക? ഇപ്പുറത്ത് നിങ്ങൾ നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കോളൂ, നല്ല പൂന്തോട്ടം ഉണ്ടാക്കിക്കോളൂ, അതിൽ നല്ല പൂ വിരിഞ്ഞോട്ടെ. പക്ഷേ മറുഭാഗത്ത് കള പിടിച്ച് കിടക്കുകയാണെങ്കിൽ ആ കള പറിക്കണം സാർ. കള പറിക്കാതെ ആ കളയെ അവിടെ ഇടുകയും ഇവിടെ ഞങ്ങൾ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, കിഫ്ബിയിലെ പൂന്തോട്ടത്തിന് നല്ല ഭംഗിയുണ്ടല്ലോ, അവിടെ നിറയെ പൂമ്പാറ്റകളാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറുഭാഗത്ത്
വഴികളായി കിടക്കുന്ന കാര്യങ്ങൾ അത് ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. അത് പോയിട്ടില്ല എന്നതാണ് ഇവിടുത്തെ വസ്തുത. ആ വസ്തുത തിരിച്ചറിയാതെ, ആ വസ്തുത അംഗീകരിക്കാതെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ജനത്തിന് കൃത്യമായി അത് മനസ്സിലായിട്ടുണ്ട്. പൊളിച്ചു കളയേണ്ടിയിരുന്ന കെട്ടിടമാണ്, അത് പൊളിച്ചു കളയാതിരുന്നതാണ്, അത് വീഴ്ച തന്നെയാണ്. അത് എന്തുകൊണ്ട് അവിടെ നിന്ന് ആ കൃത്യമായ ഡെമോളിഷൻ നടന്നില്ല? ഞാൻ ഇന്നലത്തെ അഭിപ്രായം ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ട് ആ ഡെമോളിഷൻ നടന്നില്ല? അതൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് ആ കെട്ടിടത്തിലേക്ക് പ്രാഥമിക ആവശ്യത്തിനായി പോകേണ്ടി വന്നത്. ഒരു ചികിത്സയ്ക്കിടയിൽ മരിക്കുന്നതല്ല. സാർ നേരത്തെ കുറെ കണക്ക് പറഞ്ഞല്ലോ, സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ രോഗികൾ മരിക്കുന്നു. ഇവിടെ രോഗിയല്ല സാർ മരിച്ചത്, രോഗിയുടെ കൂട്ടിരിപ്പുകാരി പ്രാഥമിക ആവശ്യത്തിനായിട്ട് ശുചിമുറിയിൽ പോയപ്പോൾ ആ ശുചിമുറി തകർന്നു വീണ അവർ മരിച്ചത്, അല്ലാതെ ചികിത്സാ പിഴവ് കൊണ്ട് മരിച്ചതല്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ, പൊതുജനാരോഗ്യ മേഖലയിലെ ചികിത്സാ സംവിധാനങ്ങളിലെ പിഴവല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഒരു പൊളിക്കാറായി കിടന്ന അല്ലെങ്കിൽ ഫിറ്റല്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് അടിയന്തര സാഹചര്യത്തിൽ, അതും മറ്റൊരു വഴിയില്ലാതെ ഒരു സ്ത്രീക്ക് പോകേണ്ടി വന്നു, ഒരു കൂട്ടിരിപ്പുകാരിക്ക് പോകേണ്ടി വന്നു. അവിടെയാണ് ആ ഫെയിലിയർ. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഡോക്ടർ ജയകുമാറിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയാകെ മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിപക്ഷത്തിന്റെ അങ്ങനെ ഒരു നീക്കം പ്രതിപക്ഷം നടത്തുന്നുണ്ടെങ്കിൽ ഞാനതിനെ അംഗീകരിക്കുന്നില്ല. കാരണം സർക്കാർ ആശുപത്രികളെ, സർക്കാർ വിദ്യാലയങ്ങളെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാലേ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിച്ചാലേ അവയ്ക്ക് മുന്നോട്ടേക്ക് വരാൻ കഴിയുകയുള്ളൂ. കൂടുതൽ ആളുകളും സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കേരളത്തിലെ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 60% ആളുകളും ഇന്ന് പോകുന്നത്, 60 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വരൂ, താഴേക്ക് വരില്ല, സ്വകാര്യ ആശുപത്രികളിലാണ് പോകുക. അവരുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് കയ്യിൽ പണമുണ്ടെങ്കിൽ അവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. കാരണം അത്യന്താധുനിക ചികിത്സകൾ അവിടെയാണ്, സൗകര്യങ്ങൾ അവിടെയാണ്. പ്രത്യേകിച്ചും ഈ ശുചിമുറി അടക്കമുള്ള കാര്യങ്ങൾ ഒരു വിഷയമാണ് സാർ. സർക്കാർ സംവിധാനങ്ങളിൽ ഇതെല്ലാം പ്രോപ്പറായിട്ടുണ്ടോ? കാരണം മെഡിക്കൽ കോളേജുകളടക്കം വരാന്തയിൽ കിടന്ന് ചികിത്സിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ അത്യന്താധുനികമെന്ന് പറയുക, നമ്പർ 1 എന്ന് പറയുക? അപ്പോൾ അത് നമ്പർ 1 അല്ല, അവിടെ ഇനിയും തിരുത്താനുള്ള ഘടകങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ തിരുത്തൽ എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്നതൊരു വിഷയമാണ്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ അതൊരു വിസിൽ ബ്ലോയിങ് ആയിരുന്നു. ആ വിസിൽ ബ്ലോവറായി രംഗത്ത് വന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ DMEയുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ആദ്യ പ്രതികരണം അങ്ങനെയായിരുന്നു. പിന്നീട് ജനഹിതം എന്താണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് പിറ്റേ ദിവസമാകുമ്പോഴേക്കും നേരെ പ്ലേറ്റ് തിരിയുന്നത്. അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ ഡോക്ടർക്കൊപ്പം നിന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു റീഡിംഗ് അതാണ്. ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഗത്യന്തരമില്ലാതെ മന്ത്രി VN വാസവൻ അടക്കം ആ വീട്ടിലേക്ക് എത്തി സംസ്കാര ചടങ്ങുകൾക്കുള്ള പണം കൈമാറുന്ന ദൃശ്യമാണ് ഇന്നലെ വൈകുന്നേരമാകുമ്പോൾ നമ്മൾ കണ്ടത്. വൈകിയാണെങ്കിലും ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് വൈകിയാണെങ്കിലും തിരുത്തുന്നത് എന്നതാണല്ലോ. അപ്പോൾ ഇവിടെ നീതി നിഷേധിക്കപ്പെടാതിരിക്കാൻ ആ കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നതാണ് പ്രതിപക്ഷമായാലും മാധ്യമങ്ങളായാലും ചെയ്യേണ്ടത്. അത് ചാണ്ടിയുമനാണ് അവിടെ ഒരു ക്രൂസൈഡറായിട്ട് മുന്നിൽ നിന്നത് ചാണ്ടിയുമനാണ്, അല്ലാതെ പ്രതിപക്ഷത്തെ വലിയ നേതാക്കളൊന്നുമല്ല. അവിടെ ആ അപകടം ഉണ്ടായ വേളയിൽ തന്നെ അവിടെ നിന്നുകൊണ്ട് ബിന്ദുവിന് വേണ്ടി സംസാരിച്ചത് അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ആദ്യം സംസാരിച്ചത് ചാണ്ടിയുമനാണ്. അത് ആത്മാർത്ഥമായിട്ടാണ് എന്ന് തന്നെയാണ് ചാണ്ടി മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായി തോന്നിയത്. കാരണം ആ വീട്ടിലേക്ക് ചെന്നപ്പോഴും നമ്മുടെ ലൈവിൽ തന്നെ വന്നിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് ചോദിക്കുമ്പോൾ ചാണ്ടി മറുപടി പറയുന്നത് ഈ ഒരുപാട് ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ അച്ഛൻ്റെ പേരിലുള്ള ഫൗണ്ടേഷനിൽ നിന്ന് 5 ലക്ഷം രൂപ വീട് പുനർനിർമ്മിക്കാനായി കൊടുക്കാം, അതാണ് എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുക. ബാക്കി സർക്കാരാണ് ചെയ്യേണ്ടത്. അപ്പോൾ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നൊന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് ആദ്യം ആ കുടുംബത്തിനൊപ്പം നിന്നത് ചാണ്ടിയുമനാണ്. അത് ചെയ്യേണ്ടിയിരുന്ന യഥാർത്ഥത്തിൽ വീണ ജോർജാണ്. അവിടെയാണ് എനിക്ക് അവരോടുള്ള വിയോജിപ്പ്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ആ കുടുംബത്തെ ചേർത്ത് നിർത്താൻ, ഒന്നുമില്ലെങ്കിലും മറുഭാഗത്ത് മരിച്ചു വീണത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ ഒരു കരുണയെങ്കിലും നമുക്ക് ആ കുടുംബത്തോട് തോന്നേണ്ടതാണ്. അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ബേസിക് കാര്യത്തിൽ പിഴവ് സംഭവിച്ചതിന് ശേഷം പിന്നീട് പ്രതിപക്ഷത്തെ പഴിച്ചിട്ട് കാര്യമില്ല. പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകും. ഇതേ സർക്കാർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സോളാർ സമരം നടത്തിയതൊക്കെ വെറുതെയാണോ? സെക്രട്ടേറിയറ്റ് വളഞ്ഞത് വെറുതെയാണോ? ഇതേ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയല്ലേ? അപ്പോൾ സർക്കാരിൻ്റെ, അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷത്തിലേക്ക് എത്തുമ്പോൾ സമരങ്ങൾക്ക് കടുപ്പം കൂടും. ഈ വിഷയം തന്നെ കുറേ ദിവസങ്ങളിലേക്ക്, ഒറ്റ ദിവസത്തെ സമരം കൊണ്ടൊന്നും UDF നിർത്തുമെന്നോ BJP അല്ലെങ്കിൽ NDA നിർത്തുമെന്നോ ഞാൻ കരുതുന്നില്ല. കാരണം ഇത് സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാണ്, സർക്കാരിനെതിരായ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, അതൊരു തുടർച്ചയുമാണ്. അതാണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കാരണം ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ വെളിപ്പെടുത്തൽ, ഈ കെട്ടിടം തകർന്നുള്ള ബിന്ദുവിൻ്റെ മരണം, അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് അധികം പഴക്കമില്ലാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടിച്ച കെട്ടിടം, ആ തീപിടിച്ച കെട്ടിടത്തിലെ അത്യാഹിത വിഭാഗം പൂർണ്ണസജ്ജമായി, പ്രവർത്തന സജ്ജമായി ഇനിയും മാറിയിട്ടില്ല. അതൊക്കെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളായി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. അവിടെ നമ്മൾ പ്രതിപക്ഷത്തെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് വീഴ്ച പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊരു വീഴ്ചയാണ്, ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ. ഞാൻ പോസിറ്റീവായി കാണുന്ന മറ്റൊരു കാര്യം, ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും കെട്ടിടങ്ങൾക്കുള്ള അപാകതകൾ പരിശോധിക്കുന്നതിനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ. അതിനായിട്ടുള്ള നീക്കവും തുടങ്ങിയിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള മൂവാണ്. അതായിരുന്നു ആരോഗ്യമന്ത്രി
ഈ അപകടത്തിന്റെ വേളയിൽ ആദ്യം അനൗൺസ് ചെയ്യേണ്ടിയിരുന്നത് എന്നതാണ് ഈ വിഷയത്തിൽ. ഞാനായിരുന്നു അവരുടെ സ്ഥാനത്തെങ്കിൽ ആദ്യം ചെയ്യുക അതാണ്. സമാന രീതിയിൽ പൊളിക്കാറായി കിടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അവിടെയാണ് ആക്ട് ചെയ്യേണ്ടത്. അല്ലാതെ പഴയ കണക്ക് കൊണ്ടുവന്ന് 2013 ഇതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു താരതമ്യത്തിനപ്പുറം ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? നമ്മൾ മൂവ് ഫോർവേഡ് എന്നാണ് പറയുക, അല്ലാതെ ബാക്ക്ലോഗ് എടുത്ത് വെച്ചിട്ട് അവരങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. അവർ ചെയ്തത് ചെയ്യാനായിട്ടല്ല LDF സർക്കാരിനെ തെരഞ്ഞെടുത്തത്, തുടർ ഭരണം കൊടുത്തത്. ഇനി ഒരു തുടർ ഭരണം കൂടി ജനം തന്നെന്ന് വരാം. അത് ഇല്ലാതാക്കരുത്, അത് ഇങ്ങനെയുള്ള പിടിവാശികൾ മൂലം ഇല്ലാതാക്കരുത് എന്നതാണ് സർക്കാരിനോട് പറയാനുള്ളത്. പ്രതിപക്ഷം ഇതേ സമയം തന്നെ ഈ സമരം നടത്തുന്ന പ്രതിപക്ഷം പെർഫെക്റ്റ് ഓക്കെ ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. കാരണം പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ അവർ കൺസ്ട്രക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങളും പറയാതെ പോകുന്നുണ്ട്. ചാണ്ടിയുമ്മൻ പറഞ്ഞതുപോലെ ആ രീതിയിൽ ആ കുടുംബത്തിന് വേണ്ടി സംസാരിക്കുന്നവരെയൊന്നും ഇന്ന് നമ്മൾ കണ്ടില്ല. ഇന്ന് വീണ ജോർജിനെതിരെയാണ്. വീണ ജോർജ് കപ്പൽ കപ്പിത്താൻ എന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരമൊക്കെയാണ് നമ്മൾ കാണുന്നത്. അത് അവർ പറഞ്ഞ ഒരു വാചകത്തോടുള്ള അത് വ്യക്തി കേന്ദ്രീകൃതമാവുകയാണ്, വിഷയമല്ല. വിഷയത്തിൽ നിന്ന് മാറി വ്യക്തിയിലേക്ക് തിരിയുകയാണ്. അതിനപ്പുറം ആ വിഷയത്തിൽ ആ കുടുംബത്തെ സഹായിക്കുന്നതിൽ, ഇതുപോലെയുള്ള വീഴ്ചകൾ ഒഴിവാക്കാൻ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിൽ എന്തുകൊണ്ട് മറ്റ് തകർന്നു കിടക്കുന്ന, നമ്മൾ ലൈവത്തോണിൽ കണ്ടെത്തിയല്ലോ, അതുപോലെ തകർന്നു കിടക്കുന്ന അല്ലെങ്കിൽ തകരാറായി കിടക്കുന്ന കെട്ടിടങ്ങളുണ്ടല്ലോ, അത് എവിടെയൊക്കെയാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അവിടെ ഒരു സമരം പ്രതിപക്ഷം നടത്തുകയായിരുന്നെങ്കിൽ അത് NDA ആയാലും UDF ആയാലും അതാണ് നടത്തേണ്ടത്. അതാണ് നമ്മൾ മൂവ് ഫോർവേഡ് എന്ന് പറയുന്നതാണ്. ഇവിടെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം മോശമാണ്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ആ കെട്ടിടം ഇങ്ങനെ തകരാറായി കിടക്കുകയാണ്, ഇത് സർക്കാർ ഇടപെടണം എന്ന് പറഞ്ഞൊരു സമരം നടത്തുക, ആ സമരത്തിലൂടെ അതിനൊരു പരിഹാരം ഉണ്ടാക്കുക. അതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിന്റെ വക്താവായിട്ടാണ് അധികാരത്തിലേക്ക് വന്നത്. രമേശ് ചെന്നിത്തല മാറി, VD സതീശൻ വരുമ്പോഴുള്ള ചേഞ്ച് അതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ചേഞ്ച് ഇവിടെ കാണുന്നില്ല. മന്ത്രി ഉരുട്ടിയിട്ടതാണോ കെട്ടിടമെന്ന് മന്ത്രി VN വാസവൻ ചോദിക്കുന്നുണ്ട്. വീണ ജോർജ് ഉരുട്ടിയിട്ടതല്ല, കാരണം വീണ ജോർജ് ഇപ്പുറത്ത് നിൽക്കുകയായിരുന്നു, ഉരുട്ടിയിട്ടിട്ടില്ല, അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ മന്ത്രി അവിടെ നടത്തിയ ആ ഒരു പ്രസ്താവനയിൽ ആദ്യത്തെ വാചകത്തിൽ അവർക്ക് ഈ കമ്പാരിസണിലേക്ക് പോയതിലൊക്കെ അവർക്കുണ്ടായിട്ടുള്ള വീഴ്ച അത് അവർ അംഗീകരിക്കുമായിരിക്കും. കാരണം അവർ ഈ അപകടം ഉണ്ടായപ്പോൾ അത് നേരിട്ട് കണ്ടതിൻ്റെ അപ്പോൾ പ്രതികരിച്ചതിൻ്റെയൊക്കെ ഒരു ഷോക്കിലായിരിക്കും. ആ ഷോക്ക് മാറിക്കഴിഞ്ഞ് അവർ കൃത്യമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കുമായിരിക്കും. അതിനായി കാത്തിരിക്കാം. എൻ്റെ ഫൈനൽ ടേക്ക്, വിമർശനങ്ങളോട് വിരോധം അത് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിലൂടെ വ്യക്തമാണ്. ഇനി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വിമർശനങ്ങളെ പുച്ഛിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, ഉരുട്ടിയിട്ടതാണോ എന്നുള്ള ചോദ്യമൊക്കെ അനവസരത്തിലാണ്. അതൊന്നും സർക്കാരിന് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. ശരി, വിമർശനങ്ങളോട് വിരോധമോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്ന 3, നോ എന്ന 1. Meet the editor.